കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ കെ സർക്കാർ തമിഴ്നാട്ടിൽ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിനിടയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റുപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം മിന്നും വിജയം കരസ്ഥമാക്കിയ കെ ആ സർക്കാരിനെ ഒന്ന് തോണ്ടി നോക്കാൻ പോലും BJPക്ക് സാധിച്ചിട്ടില്ല. അതിനിടയിൽ 2026 എന്ത് വില കൊടുത്തും NDA മുന്നണി തമിഴ്നാട്ടിൽ സർക്കാർ ഉണ്ടാക്കുമെന്നൊരു പ്രഖ്യാപനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഡൽഹിയിൽ AAP സർക്കാരിനെ വീഴ്ത്താൻ പ്രയോഗിച്ച അതേ തന്ത്രമാണ് തമിഴ്നാട്ടിൽ BJP പയറ്റുന്നത്. സർക്കാരിന്റെ അവസാന സമയങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് കേസുകളുടെ പെരുമഴ തീർത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പരിപാടിയാണ് ഡൽഹിയിൽ പയറ്റിത്തെളിഞ്ഞത്. അതിന്റെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിലും BJP പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്യം ഒന്നു മാത്രം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ DMK നേതാക്കന്മാർ ഒന്നുപോലും പ്രചരണത്തിനായി തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൽ ED വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. 10ഓളം സർക്കാർ ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരുടെ ഓഫീസിലുമെല്ലാം ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നും 1000 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ED വാദിക്കുന്നു. തമിഴ്നാട്ടിലെ മദ്യവിൽപ്പനയുടെ കുത്തക സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ കൈവശം വച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ED ആരോപിക്കുന്നത്. മദ്യനയം നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനത്തിന്റെ താൽപര്യങ്ങളും DMK സർക്കാർ പരിഗണിച്ചുവെന്നും ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുമെല്ലാം ED വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തമിഴ്നാട്ടിലെ നിരവധി ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഓഫീസുകളിൽ വലിയ തോതിലുള്ള അഴിമതി കണ്ടെത്തിയതായും ED അറിയിച്ചിരുന്നു. ട്രാൻസ്ഫർ പോസ്റ്റിംഗുകൾ, ട്രാൻസ്പോർട്ട് ടെൻഡറുകൾ, ബാർ ലൈസൻസ് ടെൻഡറുകൾ, ഏതാനും ഡിസ്റ്റിലറി കമ്പനികൾക്ക് അനുകൂലമായ ഇന്റന്റ് ഓർഡറുകൾ, ഓഫീസുകളുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന അനധികൃത ഔട്ട്ലെറ്റുകൾ, കുപ്പിക്ക് 10 മുതൽ 30 രൂപ വരെ അധിക ചാർജ് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകരമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് DMK സർക്കാരിനെ അടുത്ത 6 മാസത്തിനുള്ളിൽ പ്രതിപട്ടികയിൽ ചേർത്ത് നിർത്താനാണ് BJP ശ്രമം തുടങ്ങിയത്. 2026 ആകുമ്പോഴേക്കും കേസുകളുടെ കൂമ്പാരം DMK സർക്കാരിന് മേൽ ചാർത്തി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനാണ് 1 വർഷം മുൻപേ BJP കളികൾ തുടങ്ങിയത്. നേരത്തെ ദ്വിഭാഷാ നയമായും പാർലമെന്റ് മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിലും DMK സർക്കാർ BJPക്കെതിരെ അതിശക്തമായ പ്രതിഷേധം തീർത്തിരുന്നു. ഇതിന്റെ കലിപ്പും BJPക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് DMKയെ അടിച്ചു പുറത്താക്കിയാൽ എളുപ്പത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലും അമിത്ഷായ്ക്കുണ്ട്. ഡൽഹിയിൽ വിജയപ്രതീക്ഷയിൽ നിന്ന AAPയെ ഒറ്റ കേസിലാണ് BJP തൂത്തെറിഞ്ഞത്. 26 വർഷത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലെത്തുവാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസം BJPക്കുണ്ട്. അതേ വഴിയിലൂടെയാണ് തമിഴ്നാട്ടിലും BJP സഞ്ചരിക്കുന്നത്.